بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടൽ നാളെ ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 20ഓളം സൂറത്തുകളിലായിട്ട് വിശാലമായി മുഅ്മിനീങ്ങളെ പഠിപ്പിച്ച പ്രവാചക ചരിത്രമാണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റേത്. 136 പ്രാവശ്യം ഖുർആനിൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പേര് പറയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേര് 69 പ്രാവശ്യമാണ്. അപ്പം തന്നെ വ്യത്യാസം മനസ്സിലാവും. ആ രീതിയിൽ വിശാലമായ ചരിത്രം ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ ചരിത്രം മുഴുവൻ പറയുക എന്നുള്ളത് അസാധ്യമാണ്. നമ്മൾ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നസബ് എന്നുള്ളത് മൂസ ബിൻ ഇമ്രാൻ, ഇമ്രാന്റെ മകൻ മൂസ. ഇമ്രാൻ എന്നുള്ളത് ഇബ്നു ഖാഹിഫ്, ഇബ്നു ആസിർ, ഇബ്നു ലാവി, ഇബ്നു യാക്കൂബ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ലാവി, ലാവിയുടെ മകൻ ആസിർ, ആസിറിൻ്റെ മകൻ ഖാഹിഫ്, ഖാഹിഫിൻ്റെ മകൻ ഇമ്രാൻ, ഇമ്രാന്റെ മകൻ മൂസാ നബി അലൈഹിസ്സലാം. യാക്കൂബ് കഴിഞ്ഞിട്ട് പിന്നെ ഇസ്ഹാഖ്, ഇബ്രാഹിം. നമ്മൾ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം അബുൽ അംബിയ എന്നറിയപ്പെടുന്ന പ്രവാചകനാണ്. കാരണം ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ഈ ഇസ്ഹാഖിൻ്റെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഇസ്ഹാഖിൽ നിന്നാണ് പിന്നെ അങ്ങോട്ട് പ്രവാചകന്മാരുണ്ടാകുന്നത് ബനൂ ഇസ്രായേലിന്. അത് ഏത് പ്രവാചകൻ അടുത്തൊക്കെ മടക്കപ്പെടുക? ഇബ്രാഹിമിലേക്കാണ്. അങ്ങനെ മൂസാ അലൈഹിസ്സലാം ജനിച്ചു. ആ കാലഘട്ടത്തിലുള്ള ഫിറഔൻ സ്വപ്നം കണ്ടു. ഫിറഔൻ എന്നുള്ളത് മിസ്രിലെ ഭരണാധികാരികൾക്കുള്ള ഒരു സ്ഥാനപ്പേരാണ്. ഏതുപോലെ യമനിലെ ഭരണാധികാരികൾക്ക് നജ്ജാഷി എന്നുള്ള സ്ഥാനപ്പേരുള്ളത് പോലെ പേർഷ്യയുടേത് കിസ്റ, റോമിൻ്റെത് കൈസർ, അങ്ങനെ ഒരു സ്ഥാനപ്പേരാണ് ഫിറഔൻ, മിസ്രിലെ ഭരണാധികാരികളുടെ സ്ഥാനപ്പേര്. മിസ്രിൽ അന്ന് താമസിക്കുന്നത് 2 വിഭാഗം ആൾക്കാരാണ്. ഒന്ന് ബനൂ ഇസ്രായേൽ, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പര. രണ്ടാമത്തത് കിബുത്തികൾ, തനത് മിസ്രികൾ, കിബുത്തി എന്ന് പറയും, കിബുത്തി വംശജർ. അവർക്കാണ് അധികാരം. ബനൂ ഇസ്രായേൽ മിസ്രിലേക്ക് എത്താനുള്ള കാരണം ഫലസ്തീനിൽ നിന്നും കനആനിൽ നിന്നും യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്രിലെത്തി. അത് യൂസുഫ് നബിയുടെ വേറെ ചരിത്രം. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം ആ നാട്ടിൻ്റെ ഗവർണറായി. അങ്ങനെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാമും സഹോദരങ്ങളും മിസ്രിലേക്ക് എത്തി. ഖുർആൻ ചരിത്രത്തിലാണ് ഖുർആൻ. അങ്ങനെയാണ് ബനൂ ഇസ്രായേൽ മിസ്രിലേക്ക് എത്തുന്നത്, നൂഹ് നബിയുടെ സഹോദരന്മാരും പിതാവുമായിട്ട്. അല്ല, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരനും പിതാവുമായിട്ട്. അങ്ങനെ ആ ബനൂ ഇസ്രായേലിനെ മിസ്രികൾ, കിബിത്തികൾ വലിയ രീതിയിൽ ആദരിച്ചു, ബഹുമാനിച്ചു. അവർക്ക് വലിയ സ്ഥാനം നൽകി മിസ്രിൽ. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജാവാണ് റയ്യാൻ ബിൻ വലീദ്. അതാണ് ഫിറഔൻ, റയ്യാൻ ബിൻ വലീദ്. യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്രിലെ ഗവർണറാകുന്ന സമയത്ത് ഉണ്ടായ രാജാവ് റയ്യാൻ ബിൻ വലീദ്. അദ്ദേഹം മുസ്ലിം ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ബനൂ ഇസ്രായേലുകാർ മിസ്രിൽ എല്ലാവിധ സുഖത്തിലും നല്ല ഒരു സാഹചര്യത്തിലും ജീവിച്ചു. എല്ലാവരും അവരെ ബഹുമാനിച്ചു. അവർ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരങ്ങളാണ്, കുടുംബക്കാരാണ്. ആ രീതിയിലുള്ള പരിഗണനയും
സ്ഥാനവും അവർക്ക് മിസ്രിൽ നിന്ന് ലഭിച്ചു. പിന്നീട് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ വഫാത്തായി, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ വഫാത്തായി ബനൂ ഇസ്രായേലിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി. അവരുടെ സ്വഭാവം മോശമായി. അപ്പം റയ്യാൻ ബിൻ വലീദ്, ആ കാലഘട്ടത്തിലെ ഫിറഔൻ, അദ്ദേഹം മുസ്ലിം ആയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശേഷം ഖാബൂസ് ബിൻ മുസ്അബ് എന്ന ഭരണാധികാരി ചുമതലയേറ്റു. അദ്ദേഹം കാഫിറാണ്, ളാലിമാണ്, അക്രമിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ബനൂ ഇസ്രായേലിനെ അടിച്ചമർത്തൽ ആരംഭിച്ചു. കാരണം ഖിബ്തി വംശജർ കുറയുകയും ബനൂ ഇസ്രായേൽ അധികരിക്കുകയും ചെയ്യാം. അത് അദ്ദേഹത്തെ വല്ലാതെ പേടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടപ്പെടുമോ, ഖിബ്തുകളിൽ നിന്നും അധികാരം നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ അദ്ദേഹം ബനൂ ഇസ്രായേലിനെ മാറ്റി നിർത്താൻ തുടങ്ങി. എല്ലാവിധ ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് ശേഷം അൽ വലീദ് ബിൻ മുസ്അബ്, അതാണ് ഫിറഔൻ. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ജനിക്കുന്നത്. മിസ്രിൽ അദ്ദേഹത്തിന്റെ പേര് റംസീസ് അത്താനി എന്നാണ്. അതാണ് നമ്മൾ റാംസസ് രണ്ടാമൻ എന്ന് മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ പറയുന്നത്. റംസീസ് എന്നാണ് മിസ്രിലെ ഭാഷയിൽ അദ്ദേഹത്തിന്റെ പേര്. അറബിയിൽ അൽ വലീദ് ബിൻ മുസ്അബ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തത് ബനൂ ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും അടിച്ചമർത്തി. അങ്ങനൊരു ദുൽമ ചെയ്ത് അക്രമം ചെയ്ത് ജീവിക്കുന്ന കാലം അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്താ വെച്ചാൽ, ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ഒരു തീ പുറപ്പെടുക. ആ തീ വന്നിട്ട് മിസ്രിലേക്ക് എത്തി. മിസ്രിൽ നിന്ന് ഖിബ്തികളുടെ എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ കയറി ആ വീടൊക്കെ നശിപ്പിക്കാൻ, കത്തിക്കാൻ. ബനൂ ഇസ്രായേലിന്റെ വീട്ടിലേക്ക് അത് പ്രവേശിക്കുന്നില്ല. അവർ സുരക്ഷിതരായിട്ട് ജീവിക്കുന്നു. ഇതാണ് സ്വപ്നം. ആ ഫിറഔൻ എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു, ആ ഭാഗത്തു നിന്ന് വന്ന ആൾക്കാരിൽ ഒരു കുട്ടി ജനിക്കും. ആ ഭാഗത്ത് നിന്ന് വന്നതാരാണ്? ബനൂ ഇസ്രായേൽ. അപ്പൊ അവരിലൊരു കുട്ടി ജനിക്കും. ആ കുട്ടിയുടെ കൈകളിലൂടെ താങ്കളുടെ അധികാരം ഇല്ലാതാവും. മിസ്ർ അവൻ കീഴടക്കും, ഖിബ്തികൾ അവൻ നശിപ്പിക്കും. ഇത് കേട്ടപ്പം ഫിറഔൻ എന്ത് ചെയ്തു? ബനൂ ഇസ്രായേൽ എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ കൽപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്, ഇന്ന ഫിറഔന അലാ ഫിൽ അർദി, ഫിറഔൻ ഭൂമിയിൽ അഹങ്കാരം കാണിച്ചു. വജഅല അഹ്ലഹാ ശിയഅ, അതിൻ്റെ ആൾക്കാരെ തരംതിരിച്ച് വേർതിരിച്ച് അവൻ ഭരിക്കാൻ തുടങ്ങി. അഥവാ തമ്മിലടിപ്പിച്ച് വേർതിരിച്ചിട്ട് ബലഹീനമാക്കി ഓരോ കക്ഷികളാക്കി നിർത്തിയിട്ട് അവൻ ഭരണം നടത്തി. യസ്തളിഫു ത്വായിഫതൻ മിൻഹും, അതിലൊരു വിഭാഗത്തെ അവൻ പൂർണ്ണമായിട്ടും ബലഹീനമാക്കി. യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും, അവൻ ആ ബനൂ ഇസ്രായേലിലെ ആൺകുട്ടികളെ കൊല്ലുകയും പെൺകുട്ടികളെ ജീവിക്കാൻ വിടുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആണുങ്ങൾ കുറഞ്ഞു, പെണ്ണുങ്ങൾ അധികരിച്ചു. സന്താനോൽപാദനം ഇല്ലാതായി. അവരുടെ പാരമ്പര്യം കുറഞ്ഞു, അവരുടെ ജനസംഖ്യ കുറഞ്ഞു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, ആ ഫിറഔൻ മുഫ്സിദീങ്ങളിൽപ്പെട്ട ആൾക്കാരാണ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളിൽപ്പെട്ടവരാണ്. ആ ഒരു കൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. ബനൂ ഇസ്രായേൽ ജനിക്കുന്ന ഓരോ കുട്ടികളെയും ഫിറഔൻ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മ മൂസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കുന്നത്. നല്ല പേടിയുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും മകനെ വളർത്തണം, ഫിറഔന്റെ കണ്ണിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച് മകനെ വളർത്തണം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മക്ക് വഹി കൊടുക്കുക. ആ വഹി എന്തല്ല, നുബുവത്തിന്റെ വഹിയല്ല, മറിച്ച് അതൊരു മനസ്സിന് തോന്നിപ്പിക്കുന്നതാണ്, ഇൽഹാം എന്ന് പറയും. വഔഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർദിഈഹി, ആ മകന് പാല് കൊടുക്കാൻ മൂസയുടെ ഉമ്മാക്ക് നാം വഹി നൽകി. ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം, ആ മകന്റെ വിഷയത്തിൽ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ ആ മകനെ കടലിലേക്ക് ഇടാൻ പറഞ്ഞു. വലാ തഖാഫി വലാ തഹ്സനി, എന്നാണ് വാഗ്ദാനം. വലാ തഖാഫി, നീ പേടിക്കരുത്. വലാ തഹ്സനി, നീ ദുഃഖിക്കുകയും വേണ്ട പേടിക്കുകയും വേണ്ട. ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ, ആ മകനെ ഞാൻ നിനക്ക് തിരിച്ചു തരും. അല്ലാഹുവിന്റെ വാഗ്ദാനം.
നീ ധൈര്യമായിട്ട് ആ മകനെ കടലിലേക്ക് ഇട്ടോ. ആ മകനെ ഞാൻ എന്ത് ചെയ്യും? ഇന്നാ റാദ്ദൂഹു ഇലൈകി, ഞാൻ ആ മകനെ നിനക്ക് തന്നെ തിരിച്ചു തരും. മാത്രമല്ല വജാഇലൂഹു മിനൽ മുർസലീൻ, അവനെ ഞാൻ മുർസലീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഉമ്മ എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിലേക്ക് വിട്ടു. ഫൽതഖതഹു ആലു ഫിർഔൻ, ആ നൈൽ നദിയിൽ ഒഴുകി വരുന്ന ആ പെട്ടി ഫിർഔന്റെ ഭാര്യയുടെ ഒരു വേലക്കാരി കണ്ടു. ആ വേലക്കാരെ പെട്ടി എടുത്തു. ഒറ്റക്ക് തുറന്നില്ല, പേടി. നേരെ ഫിർഔന്റെ ഭാര്യന്റെ അടുക്കലേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ടാളും കൂടി തുറന്നു. നല്ലൊരു കുട്ടിയെ കണ്ടു. അതിന് അല്ലാഹു പറയാണ് ഫൽതഖതഹു ആലു ഫിർഔൻ, ആ കുട്ടിയെ ഫിർഔന്റെ കുടുംബം വീണ് കിട്ടി, അവർ വീണെടുത്തു. എന്തിന്? ലിയകൂന ലഹും അദുവൻ വഹസന, അവർക്ക് തന്നെ ശത്രുവായിക്കൊണ്ടും അവർക്ക് തന്നെ അവരെ ദുഃഖത്തിലാക്കിക്കൊണ്ടും ഫിർഔനെ മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔന്റെ കുടുംബം എടുത്തു. ഇത് കണ്ടപ്പോ ഫിർഔൻ കൽപ്പിച്ചു, ബനൂ ഇസ്രായേലിലെ കുട്ടിയായിരിക്കാം, കൊല്ലണം. ആ സമയത്ത് ഫിർഔന്റെ ഭാര്യ പറഞ്ഞു, വഖാലത്ത് ഇംറഅതു ഫിർഔൻ ഖുർറതു ഐനിൻ ലീ വലക്, ഇതിനെ കൊല്ലരുത്, ഈ മകൻ എനിക്കും നിങ്ങൾക്കും കൺകുളിർമയാണ്. ലാ തഖ്തുലൂഹു അസാ അൻ യൻഫഅനാ ഔ നത്തഖിദഹു വലദ, പിന്നീട് ഇവൻ നമുക്ക് ഉപകരിക്കും, ഇവനെ കൊല്ലരുത്, നമുക്ക് ഇവനെ മകനായി സ്വീകരിക്കാം. വഹും ലാ യശ്ഉറൂൻ, പക്ഷെ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് അവർ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഫിർഔന്റെ കൊട്ടാരത്തിൽ ആ മകൻ വളരാൻ തുടങ്ങി. മകന് പാല് കൊടുക്കണം, കുട്ടിക്ക് പാല് കൊടുക്കണം. ഓരോരുത്തരും വന്നു. ഈ വിവരം ആർക്ക് കിട്ടി? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാക്ക് കിട്ടി. കുട്ടിയെ ഫിർഔൻ കൊട്ടാരത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഉമ്മാക്ക് പേടി കൂടി. വഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ, അല്ലാഹു പറഞ്ഞ വാക്കാണ്. വഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാക്ക് മനസ്സ് നിറയെ മൂസയുടെ ചിന്ത. ഉറക്കില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. മുഴുവൻ മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള ചിന്ത. ഇൻ കാദത് ലതുബ്ദി ബിഹി ലൗലാ അർബത്നാ അലാ ഖൽബിഹാ, അല്ലാഹു പറയാൻ, ആ മൂസയുടെ ഉമ്മയുടെ ഹൃദയത്തിന് നാം സ്ഥൈര്യം നൽകിയിട്ടില്ലെങ്കിൽ ആ രഹസ്യം അവൾ പുറത്തു വിടുമായിരുന്നു. അധികം രഹസ്യം പിടിച്ചേക്കാൻ കഴിയില്ല പെണ്ണുങ്ങൾക്ക്, സങ്കടത്തിന്റെ സമയം. ആ ഹൃദയത്തിന് സ്ഥൈര്യം നൽകിയിട്ടില്ലെങ്കിൽ ആ രഹസ്യം പുറത്തു വിടുമായിരുന്നു. പക്ഷെ വിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മൂത്ത സഹോദരിയെ പറഞ്ഞയച്ചു. വഖാലത് ലിഉഖ്തിഹി ഖുസ്സിഹി ഫബസറത് അൻ ബിഹി ജംബിൻ അൻ ജുനുബിൻ, മൂത്ത സഹോദരിയെ പറഞ്ഞയച്ചു, അന്വേഷിച്ചിട്ട് വാ, മൂസയുടെ വിവരം എന്തായി അന്വേഷിക്കും. ആരും അറിയാതെ അന്വേഷിക്കണം, ദൂരത്തു നിന്നും വീക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരി അന്വേഷിച്ച് കൊട്ടാരത്തിൽ എത്തുന്നതിന്റെ മുമ്പ് ആ സഹോദരി കൊട്ടാരത്തിൽ എത്തുന്നതിന്റെ മുമ്പ് ആ കൊട്ടാരത്തിൽ മുലയൂട്ടുന്ന സ്ത്രീകളുടെ പാല് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ നിഷിദ്ധമാക്കി. കുടിച്ചില്ല, ആരുടെ പാലും കുടിക്കുന്നില്ല. അങ്ങനെ ഫിർഔനും കുടുംബവും പ്രയാസത്തിലായി, വേലക്കാരികളും പ്രയാസത്തിലായി. മകൻ ആരുടെ പാലും കുടിക്കുന്നില്ല. ആ സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരി കടന്നു വരുന്നത്. ആ അവസരം മുതലെടുത്ത് അവൾ പറഞ്ഞു, ഫഖാലത് ഹൽ അദുല്ലുകും അലാ അഹ്ലി ബൈത്തിൻ യക്ഫുലൂനഹു ലകും വഹും ലഹു നാസിഹൂൻ, ഞാൻ നിങ്ങൾക്കൊരു കുടുംബത്തെ പരിചയപ്പെടുത്തി തരാം. ഈ മകനെ പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു കുടുംബം. ആ കുടുംബം ഈ മകനോടും നിങ്ങളോടും നല്ല ഗുണകാംക്ഷയുള്ള കുടുംബമായിരിക്കും. ആ പ്രസ്താവന അംഗീകരിക്കപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാം തന്റെ മാതാവിന്റെ കയ്യിൽ സുരക്ഷിതമായി തിരിച്ചെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവം അവസാനിപ്പിക്കുന്നത് ഫറദദ്നാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ. ഫറദദ്നാഹു ഇലാ ഉമ്മിഹി, മൂസയുടെ ഉമ്മയിലേക്ക് നാം തിരിച്ചേൽപ്പിച്ചു. എന്തിന്? കൈ തഖറ ഐനുഹാ, അവൾക്ക് കൺകുളിർമയാകാൻ വേണ്ടിയിട്ട്. വലാ തഹ്സൻ, അവൾ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും. വലിതഅലം, മൂന്നാമത്തത് അവൾ അറിയാൻ വേണ്ടിയിട്ട്. അന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, അത് പാലിക്കപ്പെടുമെന്ന് അവൾ അറിയാൻ വേണ്ടിയിട്ടുമാണ് അത് ചെയ്തത്.
അള്ളാഹുവിന്റെ ഇന്നറാദ്ദുഹു നാം തിരിച്ചു തരാം. പുഴയിൽ ഒഴുക്കിയ കുട്ടിയാണ്, തിരിച്ച് സുരക്ഷിതമായിട്ട് കൈകളിലേക്ക് അള്ളാഹു എത്തിച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷെ അധിക ജനങ്ങളും അവർ മനസ്സിലാക്കുന്നില്ല അള്ളാഹുവിന്റെ വാഗ്ദാനം അത് ഹക്കാണ്. അല്ലേ? ആ പറഞ്ഞ വാക്ക് എത്ര ഹക്കാണ്. നോമ്പിനെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും പല കുറി അതിന്റെ ശ്രേഷ്ഠതകളും അതിന്റെ പ്രതിഫലങ്ങളൊക്കെ കേട്ടു. രാത്രി നിസ്കാരത്തെ സംബന്ധിച്ച് കേട്ടു, ഖുർആനോത്തിനെ സംബന്ധിച്ച് കേട്ടു. എന്നിട്ടും അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അധിക ജനങ്ങളും അത് മനസ്സിലാക്കുന്നില്ല. നമ്മളാരാണ്? ആ അധിക ജനങ്ങളിലും പെട്ട ആൾക്കാരാണ്. അല്ലാഹു കാക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ, 70 വർഷം സഞ്ചരിക്കേണ്ട വഴിദൂരത്തിൽ അത്രയും ദൂരത്തേക്ക് അവന്റെ മുഖത്തെ അല്ലാഹു നരകത്തിൽ നിന്നും വിദൂരമാക്കും. അല്ലാഹുവിന്റെ വാഗ്ദാനം. അതൊക്കെ കേട്ടിട്ടും നമുക്കത് മനസ്സിൽ, നോമ്പിന്റെ സമയത്ത് അത് മനസ്സിൽ വരുന്നില്ലെങ്കിൽ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അധിക ജനങ്ങളും അള്ളാഹുവിന്റെ വാഗ്ദാനം അത് ഹക്കാണെന്ന് മനസ്സിലാക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം ഖുർആനിൽ പറയുന്നത് എന്തിനാണ്? അള്ളാഹിന്റെ വാഗ്ദാനം അത് സംഭവിക്കും. അല്ലാഹു ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, അല്ലാഹുവേ നീ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. അള്ളാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യമാണ് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ടത്. അള്ളാഹിന്റെ വാഗ്ദാനം അത് നടപ്പാക്കപ്പെടും. അതിൽ പൂർണ്ണ യഖീൻ ഉണ്ടാകണം, പൂർണ്ണ ഉറപ്പുണ്ടാകണം. എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണെന്നുള്ള ഒരു ബോധം ഈ ചരിത്ര സംഭവം കേൾക്കുന്നതിലൂടെ നമുക്ക് വേണം. അതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തേത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കല്യാണം, വിവാഹം. മൂസാ നബി അലൈഹിസ്സലാം മിസ്റിൽ നിന്നും ഒരാളെ കൊല്ലേണ്ടി വന്നു. ഒരടി കൊടുത്തതാണ്, അദ്ദേഹം മരണപ്പെട്ടു. ആ ഭയം കാരണം, ഫിർഔൻ പിടിക്കുമെന്ന ഭയം കാരണം മദിയനിലേക്ക് നാടുവിട്ടു. മദിയൻ എന്നുള്ളത് ഇന്നത്തെ തബൂക്കിന്റെ പടിഞ്ഞാറ് ഭാഗമാണ്. സൗദിയിൽ തബൂക്ക് ഉണ്ടല്ലോ, അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് മദിയൻ. അപ്പം മിസ്റിൽ നിന്നും ഈജിപ്തിൽ നിന്നും സൗദിയുടെ തബൂക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മൂസാ നബി അലൈഹിസ്സലാം വന്നത്. നടന്നിട്ടാണ് വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വലമ്മാ വറദ മാഅ മദിയന, ഒരു രാവിലെ സുബ്ഹിന്റെ ശേഷമുള്ള സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാം മദിയനിൽ എത്തുന്നത്. നേരെ വരുന്നത് അവിടെയുള്ള ഒരു കിണറിന്റെ അടുത്തേക്കാണ്. ആ കിണറിന്റെ അടുക്കൽ ഈ ആട്ടിനെയും പശുവിനൊക്കെ മേയ്ക്കുന്ന ആൾക്കാർ അവരുടെ മൃഗങ്ങൾക്ക്, കന്നുകാലികൾക്ക് വെള്ളം കുടിപ്പിക്കാൻ രാവിലെ തന്നെ വെള്ളം കുടിപ്പിച്ചവർ വിടാണ് കൂട്ടിൽ നിന്ന്. വജദ അലൈഹി ഉമ്മതൻ മിനൻ നാസ് യസ്ഖൂൻ, മൂസാ നബി അലൈഹിസ്സലാം ആ കിണറിന്റെ അടുക്കിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഒരു സമൂഹത്തെ കണ്ടു, ഒരു കൂട്ടം ആൾക്കാരെ കണ്ടു. അവർ തങ്ങളെ കന്നുകാലികളെ കുടിപ്പിക്കുകയാണ്. വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാൻ, അങ്ങകലെ മാറി നിൽക്കുന്ന 2 പെണ്ണുങ്ങളെയും കണ്ടു, 2 സ്ത്രീകളെയും മൂസാ നബി അലൈഹിസ്സലാം കണ്ടു. ആ 2 സ്ത്രീകളും അവരുടെ ആടുകളെ തെളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആൾക്കാരുടെ ആട്ടിന്റെ കൂട്ടത്തിലേക്ക് പെടാതിരിക്കാൻ അവരുടെ ആടിനെ തെളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഖാല മാ ഖത്ബുകുമാ, മൂസാ നബി അലൈഹിസ്സലാം ആ മാറി നിൽക്കുന്ന 2 പെണ്ണുങ്ങളുടെ അടുക്കലേക്ക് പോയി. ചോദിച്ചു, മാ ഖത്ബുകുമാ, എന്താണ് വിഷയം? ഖാലതാ ലാ നസ്ഖി ഹത്താ യുസ്ദിറ الرعاء وابونا شيخ كبير, അവർ പറഞ്ഞു, നമ്മുടെ പിതാവ് വയസ്സായ ആളാണ്, പിതാവ് വെള്ളമെടുക്കാൻ വരൂല, നമ്മൾ പെണ്ണുങ്ങളാണ്. ആണുങ്ങളൊക്കെ വെള്ളമെടുത്ത് പോയാൽ അതിൻ്റെ ബാക്കി വെള്ളം നമ്മൾ എടുക്കലാണ് പതിവ്, അതാണ് ശീലം. പക്ഷെ മൂസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? അവർ 2 ആൾക്കാരെ വിളിച്ചു. ആ കിണറിൽ നിന്നും വെള്ളമെടുത്തു, 1 ബക്കറ്റ് വെള്ളം. ആ ഒറ്റ ബക്കറ്റ് വെള്ളം ആ ആടുകൾക്കും ആ സ്ത്രീകൾക്കും മതിയായതായിരുന്നു. അത്രയും അധികം വെള്ളം ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫസഖാ ലഹുമാ, മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് വെള്ളമെടുത്തു കൊടുത്തു. സുമ്മ തവല്ല ഇല ദിൽ, അങ്ങനെ വെള്ളമെടുത്ത് കൊടുത്ത് അവരെ പറഞ്ഞേക്കുന്ന സമയം
മൂസാ നബി അലൈഹിസ്സലാം അവിടെ ഉണ്ടായിരുന്ന ഒരു മരച്ചുവട്ടിൽ ഒരു തണലിൽ മാറിയിരുന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, ഈ സമയത്ത് നീ എന്ത് ഖൈർ എന്നിലേക്ക് ഇറക്കുകയാണെങ്കിലും ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാണ്. കാരണം മൂസാ നബി അലൈഹിസ്സലാം മിസ്റിൽ നിന്നും മദിയനിലേക്ക് എത്തിയ രംഗം പറയുന്നുണ്ട്. ആരുമില്ല, പരിചയക്കാരില്ല, കുടുംബക്കാരില്ല, കൂട്ടുകാരില്ല, കയറി ചെല്ലാൻ ഒരു വീടില്ല, അഭയം നൽകാൻ പരിചയക്കാരില്ല, ആരുമില്ല, കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. ചരിത്രത്തിൽ കാണാം, മൂസാ നബി അലൈഹിസ്സലാം ആ യാത്രയിലുടനീളം മരത്തിന്റെ ഇലകളാണ് ഭക്ഷിച്ചത്. വിശന്നൊട്ടി വയറും പുറം ഭാഗവും ഒന്നുപോലെയായിരുന്നു. ആ മരച്ചുവട്ടിൽ മൂസാ നബി അലൈഹിസ്സലാം കിടന്നത് ചുരുണ്ട് കിടക്കുകയായിരുന്നു, വിശപ്പ് കാരണം. എന്നിട്ട് ആ ചുരുണ്ട് കടന്നിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത്. ചരിത്രകാരന്മാർ എഴുതി, മൂസാ നബി അലൈഹിസ്സലാമിന് ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണമെങ്കിലും മതിയാകുമായിരുന്നു, അത്ര പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല. അതിലേക്കും ഒരു ആവശ്യക്കാരനായിരുന്നു. ആ രീതിയിൽ പട്ടിണിയിലും പ്രയാസത്തിലായിരുന്നു കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആ മരച്ചുവട്ടിൽ കിടന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നീ എന്ത് ഖൈർ എന്നിലേക്ക് ഇറക്കി തന്നാലും ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാണ്. ഈ ദുആ, ഈ പറയുന്ന ദുആ അതിലൊരു മകള് കേട്ടു. ഒരു പെണ്ണ് തിരിച്ചു പോകുന്നതിനിടയിൽ ആ പെണ്ണ് കേട്ടു. ആ പെണ്ണ് നേരെ സംഭവം എന്ത് ചെയ്തു? പിതാവിനെ അറിയിച്ചു. പിതാവ് മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിപ്പിച്ചു. 2 പെണ്ണുങ്ങളാണ്, ഒന്ന് സഫൂറ, 2 ലൈല. സഫൂറ ഇളവളും ലൈല മൂത്തവളും. ആ ഇളവളാണ്, സഫൂറയാണ് പിന്നെ തിരിച്ചു വരുന്നത്. അല്ലാഹു പറയാണ്, ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാ. മൂസാ നബി അലൈഹിസ്സലാം കിടക്കുന്നിടത്തേക്ക് ആ ഒരു പെണ്ണ്, 2ൽ ഒരാള് തിരിച്ചു വന്നു. തംശി, നടന്നുകൊണ്ട്, ഇസ്തിഹ്യാ, ലജ്ജയോടുകൂടി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലജ്ജ കാരണം ശബ്ദം താഴ്ത്തിയും തന്റെ വസ്ത്രം കൊണ്ട് മുഖം മറച്ചിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് സഫൂറ സംസാരിച്ചത്. എന്താ പറഞ്ഞത്? ഇന്ന അബി യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. ഇന്ന അബി യദ്ഉക, എൻ്റെ പിതാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്. എന്തിനാന്നും കൂടി പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ സംശയങ്ങൾ ഇല്ലാതിരിക്കാൻ വ്യക്തമാക്കി സംസാരിച്ചു. എന്തിന്? ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, നമുക്ക് വെള്ളം കോരി തന്നതിന്റെ പ്രതിഫലം നൽകാൻ നമ്മുടെ പിതാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ആ സഫൂറയുടെ കൂടെ നടക്കുക. ആദ്യം സഫൂറ മുമ്പിലാണ്, മൂസ പിറകിലാണ്. നടക്കുന്നതിനിടയിൽ കാറ്റടിക്കുന്നുണ്ട്. കാറ്റടിക്കുന്നതിൽ ആ പെണ്ണിന്റെ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അവളെ പിറകിലാക്കി മുമ്പിൽ നടന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വഴി തെറ്റുന്ന സമയം ചെറിയ കല്ലുകൾ എടുത്ത് ശരിയായ വഴിയിലേക്ക് ഒന്ന് ഇട്ട് തന്നാൽ മതി, ഞാൻ അതിലൂടെ നടന്നുകൊള്ളാം. അങ്ങനെയാണ് മൂസാ നബി അലൈഹിസ്സലാം മുമ്പിൽ നടന്നു. അറിയില്ല, സ്ഥലം അറിയില്ലല്ലോ. മുമ്പിൽ നടന്നു, പിറകിൽ സഫൂറയും വീട്ടിലേക്ക് നടന്നു. അങ്ങനെ വീട്ടിലെത്തി. ഫലമ്മാ ജാഅഹു വഖസ്സ അലൈഹിൽ ഖസസ്. മൂസാ നബി അലൈഹിസ്സലാം വീട്ടിലെത്തി. ആ വൃദ്ധനായ ആൾക്ക് എല്ലാ സംഭവങ്ങളും വിശദീകരിച്ചു കൊടുത്തു. എവിടെ നിന്നാണ് വരുന്നത്, എന്തിനാണ് വരുന്നത് ഒക്കെ വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, ഖാല ലാ തഖഫ്, നീ എന്നെ പേടിക്കണ്ട, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, ആ ളാലിമീങ്ങളുടെ അക്രമത്തിൽ നിന്നും നീ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇത് ഫിറഔന്റെ അധികാരത്തിൽപ്പെട്ട സ്ഥലമല്ല, അവിടെ നീ ആ ളാലിമീങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തി, ആ മദീനയിലുള്ള വ്യക്തി ശുഐബ് നബി അലൈഹിസ്സലാം എന്നുള്ള ഒരു അഭിപ്രായം. കാരണം ഖുർആനിൽ ഷെയ്ഖുൻ കബീർ, അബൂന എന്നുള്ള പേരുകളിലാണ് അറിയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പേര് ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ നാടാണത് മദിയൻ. അവിടുന്നാണ് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനത നശിപ്പിക്കപ്പെട്ടത്. ചില ചരിത്രകാരന്മാർ പറയുന്നു അത് ശുഐബ് നബി അല്ല, മറിച്ച് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കപ്പെട്ടത് മൂസാ നബി അലൈഹിസ്സലാം വരുന്നതിന്റെ എത്രയോ മുമ്പാണ്. അതിനുശേഷം ഇത്രയും കാലം ശുഐബ് നബി ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. മറിച്ച് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ഒരു സഹോദരന്റെ മകനാണത്. പക്ഷെ പേര് ശുഐബ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തല്ല ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അത് ശുഐബ് നബി അലൈഹിസ്സലാമാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെട്ട് വരാത്തത് കൊണ്ട് തന്നെ. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ശുഐബ് എന്നുള്ളത് ചരിത്രകാരന്മാർ ഒരേപോലെ അഭിപ്രായപ്പെട്ട കാര്യമാണ്.
ആ സമയത്ത് സംഭാഷണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ വൃദ്ധനായ ആളും മൂസാ നബി അലൈഹിസ്സലാമും സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു മോള് പറഞ്ഞു, ഖാലത് ഇഹ്ദാഹുമ, രണ്ടിലൊരു മോള് അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബതിസ്തഅ്ജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. പിതാവേ, ഇദ്ദേഹത്തെ താങ്കൾ ജോലിക്ക് വെച്ചു. ജോലിക്ക് വയസ്സായാണല്ലോ, ആടിനെ മേച്ചിട്ട് പെമ്മക്കളാണ് നടക്കുന്നത്. അതിന് പകരം ഇദ്ദേഹത്തെ ജോലിക്കാരനായി സ്വീകരിച്ചു. ഇദ്ദേഹം കവിയാണ്, അമീന. രണ്ട് വിശേഷണങ്ങളാണ് ആ പെണ്ണ് ഷുഐബ് നബി അലൈഹി ഇസ്ലാമോട് പറഞ്ഞത്, ഉപ്പാനോട് പറഞ്ഞത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ട് വിശേഷണങ്ങൾ നമുക്കതിലേറെ ഗുണപാഠമുണ്ട്. നമ്മളൊരു ജോലി ഏറ്റെടുക്കുമ്പോൾ ഈ രണ്ട് വിശേഷണങ്ങൾ നമുക്ക് വേണം. ഒന്ന് കവി, അത് ചെയ്യാൻ കഴിയുന്ന ജോലിയായിരിക്കണം. രണ്ട് അമീൻ, വിശ്വസ്തനായിരിക്കണം. നമ്മൾ സമ്പാദിക്കുന്നതിൽ പല രീതിയിൽ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. നമ്മൾ ഒരാളുടെ ജോലി ഏറ്റെടുക്കുമ്പോൾ എന്തായിരിക്കണം? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ആയിരിക്കണം ഏറ്റെടുക്കണം, അറിയുന്ന ജോലി ഏറ്റെടുക്കണം. അതേപോലെ തന്നെ ചെയ്യുന്ന ജോലിയിൽ വിശ്വസ്തനായിരിക്കണം. ഈ രണ്ട് കാര്യമാണ് മൂസാ നബി അലൈഹിസ്സലാമിൽ ആ പെണ്ണ് കണ്ട വിശേഷണങ്ങൾ. പിതാവ് ചോദിച്ചു, ആ മൂസയുടെ ശക്തിയെ പറ്റി നിനക്ക് എങ്ങനെ അറിയാം? ചെറിയ പരിചയമുള്ളൂ. അപ്പം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കിണർ, വെള്ളമെടുക്കുന്ന കിണർ, അതിന്റെ മുകളിൽ ഒരു പാറ കൊണ്ട് മൂടിയിട്ടുണ്ട്. അതിന്റെ മുകൾ ഭാഗം, വായു ഭാഗം പാറ കൊണ്ട് മൂടിയിട്ടുണ്ട്. ആണുങ്ങളൊക്കെ വെള്ളം എടുത്തിട്ട് ആ പാറ മൂടിയിട്ടാണ് അവർ പോയത്. മൂസാ നബി അലൈഹിസ്സലാം ഒറ്റക്ക് ആ പാറ എടുത്ത് മാറ്റി. 10 ആൾക്കാർക്ക് കൂടിയാൽ എടുത്തു മാറ്റാൻ പറ്റുന്ന പാറയാണ് മൂസാ നബി അലൈഹിസ്സലാം ഒറ്റക്ക് എടുത്ത് മാറ്റിയത്. ആ ഒരു കാഴ്ചയാണ് മൂസാ നബി അലൈഹിസ്സലാം കവിയാണ്, ശക്തനാണ് എന്ന് ആ പെണ്ണിനെ ബോധ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് അമീൻ, വിശ്വസ്തനാണ് എന്നുള്ളത്. അത് തിരിച്ച് ആ വീട്ടിലേക്കുള്ള യാത്രയിൽ ആ പെണ്ണിനെ പിറകിൽ നിർത്തി മൂസാ നബി അലൈഹിസ്സലാം മുമ്പിൽ നടന്നപ്പോൾ ആ പെണ്ണിന് ഇദ്ദേഹം വിശ്വസ്തനാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ രണ്ട് വിശേഷണങ്ങൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി മാത്രമേ ഏറ്റെടുക്കാൻ പാടുള്ളൂ. എല്ലാ ജോലിയും ഏറ്റെടുത്ത് ആരാന്റെ സമ്പത്തിൽ നഷ്ടം വരുത്തി വെക്കാൻ പാടില്ല. വലിയ ദുൽമാണത്. കച്ചവടത്തിലാണെങ്കിലും മറ്റേത് കൈത്തൊഴിലാണെങ്കിലും നമുക്കറിയാവുന്ന, ചെയ്യാൻ പറ്റുന്ന സമയത്തിനുള്ളിൽ അത് ഏറ്റെടുക്കുക, കരാർ ഏറ്റെടുക്കുക. അല്ലാതെ എന്തൊക്കെയോ വെച്ച് സാമ്പത്തിക ലാഭം മാത്രം ആഗ്രഹിച്ച് എന്തൊക്കെയോ ജോലി ഏറ്റെടുത്ത് ഏതൊക്കെയോ രീതിയിൽ ചെയ്തു തീർത്ത് വഞ്ചിക്കാൻ പാടില്ല. വിശ്വസ്തനാകണം, കഴിവുള്ളവനാകണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ജീവിതത്തിൽ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ രണ്ടാമതൊരു മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരാം. അതിൻ്റെ മഹർ എന്താണ്? ഒന്നുകിൽ 8 വർഷം അല്ലെങ്കിൽ 10 വർഷം എൻ്റെ കീഴിൽ ജോലിക്ക് നിൽക്കണം. അതാണ് മഹർ. ആ ജോലി കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാം ഏറ്റെടുത്തു. അതിൽ സഫൂറയെ വിവാഹം കഴിച്ചു, ഇളയവളെ വിവാഹം കഴിച്ചു. പണ്ഡിതന്മാർ അതിന് പറയുന്ന കാരണം ആ പെണ്ണാണ്, സഫൂറയാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിക്കാൻ വന്നത്. ആ വിളിക്കാൻ വന്ന സമയത്തുള്ള ആ അള്ളാഹ് വിശദീകരിച്ച വിശേഷമാണ്, സ്വഭാവമാണെന്ത്? ഇസ്തിഹ്യ, ലജ്ജയോടുകൂടിയാണ്. അപ്പൊ ആ ലജ്ജയും ആ സ്വഭാവ മഹിമയും കണ്ടിട്ട് മൂസാ നബി അലൈഹിസ്സലാം സഫൂറയെ തിരഞ്ഞെടുത്തു ഭാര്യയായിട്ട്. അപ്പൊ ലജ്ജ എന്നുള്ളത് ഒരു പെണ്ണിന് ഏറ്റവും നല്ല പറ്റിയ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം നമുക്ക് വിശദീകരിച്ചു. എന്തിന്? മൂസാ നബി അലൈഹിസ്സലാം അന്ന് രാവിലെ ദുആ ചെയ്യാൻ, അല്ലേ? അന്ന് രാവിലെ ദുആ ചെയ്യാൻ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, എന്ത് ഖൈർ നീ എനിക്ക് ഇറക്കി തന്നാലും ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാണ്. അന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും, സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും മൂസാ നബി അലൈഹിസ്സലാമിന് കിടന്നുറങ്ങാൻ ഒരു സൗകര്യം അല്ലാഹു ഏർപ്പെടുത്തി കൊടുത്തു. ഒന്നുമില്ലാതെ വന്നതാണ്. കൂടെ ഇണയായി ജീവിക്കാൻ ഒരു ഭാര്യ അല്ലാഹു കൊടുത്തു. ഇനി അങ്ങോട്ട് 8-10 വർഷം ജീവിക്കാനുള്ള ഒരു ജോലിയും അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി കൊടുത്തു. അഥവാ ഒരു മനുഷ്യന് സുഖത്തിലും സൗകര്യത്തിലും ജീവിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ദുആയിൽ ഒറ്റ ദിവസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കി കൊടുത്തു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയുടെ ദുആ സ്വീകരിക്കുന്ന രൂപമാണ് ഈ ചരിത്രത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യുക, ആവശ്യങ്ങൾ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞ് തേടുക.
പല രീതിയിൽ നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. അതാണ് ഈ രണ്ട് സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഓരോ സംഭവങ്ങൾക്ക് പിറകിലും ഈ ഉമ്മത്തിന് പഠിക്കാൻ ഏറെ ഗുണപാഠങ്ങളുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും വിശാലമായിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആനിൽ പ്രതിപാദിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നമുക്ക് മറ്റുള്ള സമയത്ത് കുറച്ചായിട്ട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പഠിച്ച് അതിൽ പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ നല്ല തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.